രാഹുൽ മാങ്കൂട്ടവും ഷാഫി പറമ്പിലും അങ്ങനെ പെൻഷനെ പറ്റിയുള്ള പിണറായി വിജയൻ്റെ നുണബോംബുകൾ നുണക്കോട്ടകളൊക്കെ പൊളിച്ചടുക്കിക്കൊണ്ട് ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടമാണ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. എത്ര ആളുകൾ കണ്ടെന്നറിയത്തില്ല, എന്തായാലും ഞാനിവിടെ വയ്ക്കാം. പെൻഷനെ പറ്റിയിട്ടുള്ള പിണറായി വിജയൻ സർക്കാരിൻ്റെ നുണബോംബുകളാണ് പൊളിച്ചടുക്കിക്കൊണ്ടാണ് ഈ ഒരു സാധനം ഇട്ടിട്ടുള്ളത്. നിങ്ങളൊന്ന് കണ്ടു നോക്കണം, സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ അത് ഫുള്ള് കണ്ടു നോക്കണം. നുണ ബോംബുകൾ പൊളിച്ചടുക്കിയിട്ടുള്ള ആ ഒരു രംഗങ്ങൾ ഷാഫി പറമ്പിലും അതുപോലെ വിഷ്ണുനാഥും ഇരുന്നിട്ട് സംസാരിക്കുന്ന, അതിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടമാണ് അത് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ അത് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ടൊന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം. അതുപോലെ എല്ലാവരും ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതുപോലെ ഹൈപ്പ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, എന്തായാലും നിങ്ങളതൊന്ന് കണ്ട് നോക്ക്. കാരണം മാസാമാസം കൊടുക്കേണ്ട ഈ പറഞ്ഞിട്ടുള്ള പെൻഷൻ, അതും തുച്ഛമായിട്ടുള്ള പൈസ 1000 1600 രൂപയാണ്, കൂടുതലൊന്നുമില്ല. മാസം ഇവിടെ 10,000 50,000 1 ലക്ഷമൊക്കെ ശമ്പളം മേടിക്കുന്ന ഉദ്യോഗസ്ഥർ, അവർക്ക് ഒരു മാസം അത് ശമ്പളം ഒന്ന് മുടങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ഭ്രാന്താണ് അല്ലേ? അവർക്ക് പിന്നെ ടെൻഷനാണ്. അവരെ കാര്യങ്ങളൊന്നും നടക്കാത്ത അവസ്ഥ വരുമ്പോഴത്തേക്ക്, ഒരു മാസത്തെ ശമ്പളം കിട്ടാതിരിക്കുമ്പോഴത്തേക്ക് അവർക്ക് അത് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറം വേണം. അപ്പം മാസം 1000 രൂപ അല്ലെങ്കിൽ 1600 രൂപ പെൻഷൻ കാത്തിരിക്കുന്ന പാവങ്ങളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അതുപോലും കൊടുക്കാതെ മാസങ്ങളോളം കെട്ടിവെച്ച് കയ്യിൽ പൂഴ്ത്തി വെച്ചിട്ട് 2-3 മാസം പിടിച്ചു വെച്ചിട്ട് ഇലക്ഷൻ ആവുന്ന സമയത്ത് ഈ പറഞ്ഞതുപോലെ എല്ലാം കൂടെ ഒരുമിച്ച് മറിക്കുന്നൊരു പരിപാടി ഉണ്ടല്ലോ, അതൊക്കെയാണ് നമ്മളിവിടെ കണ്ടുവരുന്നത് അല്ലേ? എന്തായാലും നിങ്ങൾ രാഹുൽ മാങ്കൂട്ടം പോസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു വീഡിയോ ഒന്ന് കണ്ടുപോകെ. ഏത് ഇലക്ഷൻ വന്നാലും പെൻഷനാണ് ചർച്ച. ഇപ്പൊ ചർച്ചയും വിവാദമൊക്കെ പിന്നെയും വരുന്നുണ്ട്. നിയമസഭക്കകത്തും പുറത്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇതിനെ പറ്റി പറഞ്ഞു. എന്നാലും ഒരു 10 ചോദ്യം വേഗം ചോദിച്ചോട്ടെ. കേരളത്തിൽ ആദ്യം പെൻഷൻ പ്രഖ്യാപിച്ചു കൊടുക്കാൻ തുടങ്ങിയത് ഏത് ഗവൺമെന്റ് ആവശ്യമാണ്? ആർ ശങ്കർ ഗവൺമെന്റ് ആണ്. ആർ ശങ്കർ ധനകാര്യമന്ത്രി കൂടിയായിരുന്നു, മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹമാണ് കേരളത്തിൽ ആദ്യമായിട്ട് സാമൂഹ്യ പെൻഷൻ കൊടുക്കാൻ തുടങ്ങി. അപ്പൊ ഈ 80 മുതലാണെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനകത്ത് ഒരു കാര്യമില്ല. 80 മുതലല്ല, ആർ ശങ്കറാണ് കേരളത്തിൽ ആദ്യമായിട്ട് സാമൂഹ്യ പെൻഷൻ കൊടുത്തത്. 80 മുതലാണെന്ന് പറഞ്ഞത് കളവാണ്. UDF ഗവൺമെന്റ് ഒരു പെൻഷനും കൂട്ടിയിട്ടില്ല എന്ന് ഇതുപോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ചെറിയ സംശയം, 300-400 ആക്കിയ ഗവൺമെന്റ് ഏതാ? 300-400 ആക്കിയത് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് ആണ്. 400-500 ആക്കിയ ഗവൺമെന്റ് ഏതാ? അതും ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ്. 500-600 ആക്കിയ ഗവൺമെന്റ് ഏതാ? അത് ഉമ്മൻചാണ്ടിയുടെ. അങ്ങനെയാണെങ്കിൽ 75 വയസ്സ് കഴിഞ്ഞവർക്കും 80% ഡിസബിലിറ്റി ഉള്ളവർക്കും 400 ഉണ്ടായിരുന്നതിന് ഒറ്റയടിക്ക് 900 ആക്കിയ ഗവൺമെന്റ് ഏതാ? അതും ഉമ്മൻചാണ്ടി ഗവൺമെന്റ്. 900-1100 ആക്കിയത് ഏത് ഗവൺമെന്റ്? അതും ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ്. 1100-1200 ആക്കിയത് ഏത് ഗവൺമെന്റ്? അതും ഉമ്മൻചാണ്ടി. ഇറങ്ങി പോകുമ്പോൾ അത് 1500 ആക്കുമെന്ന് പ്രഖ്യാപിച്ച ഗവൺമെന്റ് ഏതാ? അത് ഈ 1200 വരെ കൊടുത്തതാണ്, 1500 ആയിട്ട് പ്രഖ്യാപിച്ചു. അത് അവസാനത്തെ ബഡ്ജറ്റ്. അതുപോലെ രേഖയുണ്ടോ കയ്യിൽ? ഞാനത് മുമ്പിപ്പം ഞാൻ 1200 എന്ന് ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞതിനെ വ്യാപകമായിട്ട് വലിയ തോതിൽ കളിയാക്കുന്നുണ്ട് ഇടതുപക്ഷത്തിന്റെ സ്നേഹിതന്മാര്. എന്റെ കയ്യിലുള്ളത് 13/2/2024 H. സലാം MLA-ക്ക് KN ബാലഗോപാൽ നിയമസഭയിൽ കൊടുത്ത മറുപടിയാണ്. അതിലിങ്ങനെ ചാർട്ട് വരച്ചിട്ടിട്ടുണ്ട്. ഷാഫിക്ക് കാണാമല്ലോ. 75 വയസ്സിന് മുകളിൽ 1500, 75 വയസ്സ് വരെ 600, 80% അതിനു മുകളിൽ 1100. ഇതിനകത്തെ പേരിൽ പറയുന്നുണ്ട് 80 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് 1200. ഇങ്ങനെ ഓരോ ഘട്ടത്തിൽ പിന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പെൻഷനുകൾ വർദ്ധിപ്പിച്ചതിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ മറുപടിയാണിത്. രേഖ എടുക്കാൻ താല്പര്യമുള്ള ആർക്കെങ്കിലും ഏതെങ്കിലും വെബ്സൈറ്റിൽ പോയി ഇതിന്റെ ഡീറ്റെയിൽ കിട്ടുമോ? LSGDയുടെ വെബ്സൈറ്റിൽ പെൻഷൻ ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ട് നോക്കിയാൽ LSGD വെബ്സൈറ്റിൽ ഇങ്ങനെ ഓരോ വർഷവും കൂട്ടിയതിന്റെ പെൻഷൻ ഹിസ്റ്ററി ഇപ്പോഴും കിടപ്പുണ്ട്. ഇപ്പോഴും ആർക്ക് വേണമെങ്കിൽ എടുത്ത് നോക്കാം. അപ്പൊ ഉമ്മൻചാണ്ടി സർക്കാർ വരുന്നതിന്റെ മുമ്പ് എത്ര പേർക്ക് പെൻഷൻ കൊടുത്തിരുന്ന? ഞാനായിട്ട് ഇനൊന്നും പറയുന്നില്ല കേട്ടോ. അതും ബാലഗോപാൽ അദ്ദേഹം തന്നെ പറയട്ടെ. അദ്ദേഹം എനിക്ക് തന്ന മറുപടിയുണ്ട് 8/6/2021. അദ്ദേഹം പറയുന്നത് 2011 വരെ പെൻഷൻ കിട്ടിയിരുന്നത് 16,23,401 ധനമന്ത്രിയുടെ നിയമസഭയിലെ മറുപടി. ഇനി 2011-16 സർക്കാർ അധികാരമൊഴിയുമ്പോൾ 34,43,414 പേർക്ക് ഉണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി സർക്കാർ ഭരണം അവസാനിപ്പിക്കുമ്പോൾ ഈ 16 ലക്ഷം പേർക്ക് പെൻഷൻ കൊടുത്തിരുന്നത് എത്ര പേർക്ക് പെൻഷനാക്കി? അത് 34,43,414 പേർക്കാണ്. 16-ൽ നിന്നും 34. ഇനി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് കൂടാതെ ഏതാണ്ട് 8 ലക്ഷത്തോളം ആളുകൾക്ക് ക്ഷേമനിധി പെൻഷനും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ 42 ലക്ഷത്തിലധികം ആളുകൾക്ക് പെൻഷൻ കൊടുക്കുന്നു 5 വർഷം കൊണ്ട്. അപ്പൊ 16 ലക്ഷത്തിൽ നിന്നും 34 ലക്ഷമായി 5 വർഷം കൊണ്ട് മാറ്റിയിട്ടുണ്ട്. അത് അപ്പൊ ഇനി ഒരു പ്രധാനപ്പെട്ട സംശയം ആവർത്തിച്ച് പ്രചരിപ്പിക്കപ്പെടുന്നതുകൊണ്ട് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഉത്തരം കൂടെ പ്രതീക്ഷിച്ച് ചോദിക്കുക. ഈ 18 മാസം കുടിശ്ശികയാക്കിയവരെ എന്ന് പറഞ്ഞ് ഇങ്ങനെ
പ്രചരണം സോഷ്യൽ മീഡിയയിലും ചില ആളുകളൊക്കെ ചാനലിലും ഒക്കെ വന്നിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ യാഥാർത്ഥ്യം എന്താ? അതിൻ്റെ യാഥാർത്ഥ്യം ഇപ്പം ഈ പറഞ്ഞതുപോലെ ഇനി നമ്മൾ പറയുന്നത് വിശ്വസിക്കേണ്ട, ഇവരാരെങ്കിലും പറഞ്ഞ മറുപടികളോ രേഖകളോ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടൊന്ന് പറഞ്ഞു. അത് തോമസ് ഐസക്കിന്റെ തന്നെ നമ്മുടെ എം സ്വരാജിന് കൊടുത്ത മറുപടി ഉണ്ട് 26/4/2017. അന്നത്തെ അദ്ദേഹം പറയുന്നത് അതെ അദ്ദേഹം തൃപ്പൂണിത്തുറ MLA ആയിരുന്നു. അത് പ്രകാരമാണെങ്കിൽ പിന്നെ 3 മാസത്തെ കുടിശ്ശികയാണുള്ളത്. അതായത് ഇത് നിയമസഭ ഉത്തരവാണ്. അതായത് ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്തെ കുടിശ്ശിക ഇനത്തിൽ ഇവർ കൊടുത്തിരിക്കുന്നത് 1389 കോടി രൂപയാണെന്നാണ്. ഷാഫിക്ക് അറിയാലോ, 18 മാസത്തെ കുടിശ്ശികയാണെങ്കിൽ 4500 5000 കോടി രൂപ വേണ്ടിവരുമായിരുന്നു. ആ സ്ഥാനത്ത് ഇവർ 1389 കോടി ഇവര് പോലും പറയുന്നത് കുടിശ്ശികയായി കൊടുത്തുള്ളൂ. ഇനി പോട്ടെ, ഇത് അദ്ദേഹത്തിന്റെ 2016-2017 ബഡ്ജറ്റാണ്, പുതുക്കിയ ബഡ്ജറ്റ്. അതിൽ അദ്ദേഹം പറയുന്നത് പിന്നെ 1000 കോടി രൂപയാണ്. പിന്നെ KM മാണിക്കെതിരെ ഒരു ആരോപണം ഉണ്ടായ സമയത്ത് നിയമസഭ തല്ലിപ്പൊളിച്ച ഈ ആളുകള് 18 മാസം കുടിശ്ശിക ഉണ്ടായിട്ട് പോലും ഒരു അടിയന്തര പ്രമേയം പോലും അവതരിപ്പിച്ചില്ല എന്ന് പറഞ്ഞാല് ആരെങ്കിലും വിശ്വസിക്കും? അത് തന്നെ വളരെ വ്യക്തമാണ്. 18 മാസം കേരളത്തിൽ പെൻഷൻ കുടിശ്ശിക ഉണ്ടായിരുന്നെങ്കിൽ നിയമസഭയിൽ എത്രയോ നിയമസഭാ സമ്മേളനങ്ങൾ ആ കാലയളവിൽ നടന്നിട്ടുണ്ടാവും. കുടിശ്ശികക്ക് കാരണം DBT സംവിധാനത്തിൽ ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ യഥാസമയം രേഖപ്പെടുത്താത്തതും തെറ്റായ രേഖപ്പെടുത്തലുകൾ, ബാങ്ക് അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട സാങ്കേതിക തടസ്സങ്ങൾ എന്നീ കാരണങ്ങൾ വിതരണം ചെയ്ത് ലഭിക്കാതെ പോയതും കുടിശ്ശികക്ക് കാരണമായിരുന്നുവെന്ന് അദ്ദേഹം പറയുന്നു. ഈ 3 മാസത്തെ കുടിശ്ശികക്ക് അതും കൂടെ കാരണമായിരുന്നു അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അപ്പൊ 18 മാസത്തെ കുടിശ്ശിക എന്ന ഈ വ്യാജ പ്രചരണം അത് പുതുപ്പള്ളിയിൽ ഉണ്ടായിരുന്നില്ല. അത് പുതുപ്പള്ളിയിലുണ്ടായിരുന്നു, പാലക്കാട് ഉണ്ടായിരുന്നു, തൃക്കാക്കരയിലുണ്ടായിരുന്നു, എല്ലാ ഇലക്ഷനും ഉണ്ടായിരുന്നു. ഇനി ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, ഈ പെൻഷൻ കൊടുക്കാൻ വേണ്ടി സെസ് ഏർപ്പെടുത്തിയ ഗവൺമെന്റ് ഏതാ? ഇവരാണ് ഇപ്പോ ഡീസലിനും പെട്രോളിനും 2 രൂപ വെച്ച് വാങ്ങിക്കുക. അല്ലെങ്കിൽ തന്നെ സെഞ്ചുറി അടിച്ചതാണ് ഡീസലും പെട്രോളും. അതിനകത്ത് കേന്ദ്ര സർക്കാരിന്റെ ഉപദ്രവത്തിന്റെ കൂടെ ഇവരുടെ അഡീഷണൽ ഉപദ്രവമായിട്ടാണ് ഇവരിത് ചെയ്തത്. അപ്പൊ ആ സെസ് വാങ്ങിയിട്ട് ഇപ്പോഴും കുടിശ്ശിക വന്നില്ലേ? കേരളത്തിൽ കുടിശ്ശിക വന്നില്ല. കേരളത്തിൽ 5 മാസത്തോളം ഈ ഗവൺമെന്റ് വന്നിട്ട് കുടിശ്ശിക ഉണ്ടാവുകയും കോഴിക്കോട് ചക്കിട്ടപ്പാറയില് ഷാഫിയുടെ ഇപ്പോഴത്തെ പാർലമെന്റ് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഒരാൾ ജോസഫ് എന്ന ഒരാൾ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതാണ് പെൻഷനെ പറ്റിയുള്ള യാഥാർത്ഥ്യങ്ങൾ. വാട്സപ്പ് യൂണിവേഴ്സിറ്റികൾ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങളല്ല യാഥാർത്ഥ്യങ്ങൾ. ഇത് രേഖകളാണ് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. തോമസ് ഐസക് കൊടുത്ത മറുപടി, പിന്നെ തോമസ് ഐസക് അദ്ദേഹത്തിന്റെ ബജറ്റ് സ്പീച്ച്, അതുപോലെ തന്നെ KN ബാലഗോപാൽ കൊടുത്ത മറുപടി, നിയമസഭയിലെ ഉത്തരങ്ങൾ, ഇതൊക്കെയാണ് സംസാരിക്കുന്നത്. ഇതാണ് യാഥാർത്ഥ്യം. സർക്കാർ ഉത്തരവ്, വെബ്സൈറ്റിൽ നീട്ടുന്ന വിവരങ്ങൾ. അത് നിലമ്പൂരിലെ ജനങ്ങളും തിരിച്ചറിയും. ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂരിന്റെ MLA ആയിരിക്കും എന്ന കാര്യത്തിന് ഒരു സംശയവും വേണ്ട. എന്താ അല്ലേ, കേട്ടല്ലോ. ഈ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് അതുമാത്രമല്ല, ഈ പറഞ്ഞിട്ടുള്ള വാർഷിക വരുമാനത്തിൽ നിന്ന് 22,875 രൂപയിൽ നിന്ന് അത് 1 ലക്ഷം രൂപയാക്കിയത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തായിരുന്നു. ഉമ്മൻചാണ്ടിയാണ് അതാക്കിയത്. അതുമാത്രമല്ല, ഈ പറഞ്ഞിട്ടുള്ള അന്നൊക്കെ BPLകാർക്ക് മാത്രമാണ് പെൻഷൻ കിട്ടിക്കൊണ്ടിരുന്നത്. അതുമാത്രമല്ല, BPLകാരുടെ കുടുംബത്തിൽ ഏതെങ്കിലും ആൺമക്കൾ കല്യാണം കഴിക്കാത്തവരായിട്ട് ഉണ്ടായിരുന്നെങ്കിൽ അത് അവർക്ക് കിട്ടത്തുമില്ലായിരുന്നു, ആ പെൻഷൻ അവർക്ക് കിട്ടത്തേ ഇല്ലായിരുന്നു. അപ്പോൾ അതിനെയൊക്കെ മുഖം നോക്കാതെ, അതിനൊക്കെ APL എന്നോ BPL എന്നോ എന്ന് നോക്കാതെ എല്ലാ ആളുകൾക്കും പെൻഷൻ കൊടുത്തു തുടങ്ങിയത് ഈ പറഞ്ഞിട്ടുള്ള ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തു കൂടിയായിരുന്നു. അത് വരുമാനത്തിൽ 1 ലക്ഷം രൂപ താഴെയായിരിക്കണം വരുമാനം, എന്നാൽ മാത്രമേ അത് കിട്ടത്തുള്ളൂ. പിന്നെ ഇതൊക്കെ ഞാനിപ്പം ഇത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ചിന്തിച്ചൊരു കാര്യം, ഇതൊക്കെ നമ്മളെ റിപ്പോർട്ടർ TV അരുണുണ്ടല്ലോ, അരുൺകുമാറിനെ അരുണിനെ അയച്ചു കൊടുക്കണം. കാരണം പുള്ളിയൊക്കെ ഇതൊക്കെ കണ്ടുപിടിക്കണം. ഇതൊക്കെയാണ് ഒരു മാധ്യമ ധർമ്മം എന്ന് വെച്ച് കഴിഞ്ഞാൽ. അല്ലാതെ കള്ളത്തരങ്ങൾ പറഞ്ഞ് പടച്ചു വിടുന്നതല്ല. ഇതുപോലെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കണക്കുകൾ അവതരിപ്പിക്കണം, അല്ലേ? അപ്പോൾ എന്തായാലും നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം.